ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ്. എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് മാത്രം നോക്കാനാണ് കർത്താവ് പറയുന്നത്. നോട്ട് സീ ആൻഡ് ടേസ്റ്റ്. സീയിങ് എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. ഈ ദിവസങ്ങളിൽ കർത്താവിനോടൊപ്പം എക്സ്പീരിയൻസ്ഡ് ആയി നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബ്യൂട്ടി ഫ്രം ആഷസ്, ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ്. പ്രിയ ദൈവവേദിലെ, കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവേദിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണിത്. ആദ്യം കർത്താവിനെ മനസ്സിലാക്കുക എന്നല്ല, ആദ്യം കർത്താവിനെ വിശ്വസിക്കുക. അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദർശനങ്ങൾ തുറക്കപ്പെടും. ഫെയ്ത്ത് ഓപ്പൺ സ്പിരിച്വൽ സൈറ്റ്. കർത്താവിനെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും ദൈവം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ്. നമ്മുടെ മാതാവ് പ്രാർത്ഥിച്ചതുകൊണ്ടോ നമ്മുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചതുകൊണ്ടോ നമുക്ക് പകരക്കാരാകാൻ പറ്റത്തില്ല. നമ്മളുടെ പ്രാർത്ഥന നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മാവാണ് വിടുവിക്കപ്പെട്ടത്. നമ്മുടെ ആത്മാവാണ് പിതാവിനോട് ചേർന്നിരിക്കേണ്ടത്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ജോബ് ചാപ്റ്റർ 42:5. അവൻ കേട്ടു, പക്ഷേ അവൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിനെ ടേസ്റ്റ് ചെയ്തപ്പോഴാണ്, ആ സഫറിങ്ങിലൂടെ കടന്നുപോയപ്പോൾ, ആ എൻകൗണ്ടറിലൂടെ കടന്നുപോയപ്പോഴാണ് റെവലേഷൻ ലഭിച്ചത് യോബിന്. ബിഫോർ സഫറിങ് ഇൻഫർമേഷൻ മാത്രമേ യോബിനുണ്ടായിരുന്നുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ആഫ്റ്റർ എൻകൗണ്ടർ ദൈവവുമായിട്ടുള്ള അവൻ ആഴത്തിലേക്ക് ഇറങ്ങി ഓരോ കഷ്ടത്തിലും ആ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ചപ്പോൾ അവന് ലഭിച്ച റെവലേഷനാണ്, ഞാൻ മുൻപ് കേട്ടറിഞ്ഞു, ഇപ്പോൾ ഞാൻ അവനെ അനുഭവിക്കുന്നു, അറിയുന്നുവെന്ന്. കേട്ടുകേൾവി മാത്രമായിരുന്നു മുന്നേ ഉള്ളത്. അത് തലയിലിങ്ങനെ ഇരിക്കും. അനുഭവിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഞാടി ഞരമ്പുകളിലൂടെ അതൊരു അനുഭവമായി മാറും. അവനെയാണ് ദേവദാരു എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ദേവദാരു എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആ വചനം നമ്മുടെ ഉള്ളത്തിൽ അനുഭവത്തിലൂടെ അലിഞ്ഞു ചേരുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു ബ്യൂട്ടി ഉണ്ടാകുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ഒരിക്കൽ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാപത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല. ആ ആത്മദാഹം, ആത്മഭാരം, ആ ജീവനദി നമ്മളിലൂടെ പുറപ്പെടട്ടെ. നമ്മൾ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ ആര് നടക്കും? എത്ര കഠിനമായ വാക്ക്. യേശു പറഞ്ഞു, ഇത് ഇടുക്കുവാതിലാണ്. ഇതിലൂടെ എല്ലാവരും കടന്നു വരും. പക്ഷേ അപ്പം തിന്ന് തൃപ്തരായി കഴിയുമ്പോൾ അവർക്ക് ഇടുക്കുവാതിൽ ഇഷ്ടമില്ല, അവർക്ക് അപ്പം മാത്രം മതി. എന്നാൽ അപ്പം കൊണ്ട് മാത്രമല്ല, ആ ഇടുക്കു വഴിയിലൂടെ നടക്കുന്നവൻ മാത്രമേ അവനോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവനോട് അടുത്ത് വരുമ്പോൾ നമ്മളെ ചില ഇടുക്കു വഴികളിലൂടെ കൊണ്ടുപോകും. നമ്മുടെ സെൽഫിനെ ഉടയ്ക്കാനാണ്, നമ്മുടെ സ്വഭാവത്തെ ഉടയ്ക്കാനാണ്, അവൻ്റെ സ്വഭാവം നമ്മളിലേക്ക് അനുരൂപമാക്കാനാണ്. കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളതാണ് ഓർക്കേണ്ടത്. ഞാൻ ബാംഗ്ലൂരിലേക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ പോയപ്പോൾ എന്നെ ഓർഡൈൻ ചെയ്ത പാസ്റ്ററിൻ്റെ വൈഫ് എന്നെ ആദ്യമായി കാണുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം, നിങ്ങൾ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് അവരുടെ ആത്മീയമായ കാഴ്ചപ്പാടിനും അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനായിട്ടും ദൈവത്തോട് ചേർന്ന് നടക്കുവാനുമായിട്ടുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭൗതികമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതാണ് എൻ്റെ വിഷയം. ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ് എന്ന് പറയുമ്പോൾ, അവനെ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അവൻ്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചേ പിന്നെ നമ്മൾ നടക്കുകയുള്ളൂ. മനുഷ്യർ നമ്മളെ തള്ളിക്കളയും. അനേകർ യേശു കർത്താവിനെ വിട്ടുപോയി. പക്ഷേ ചോസന് ഓടിപ്പോകാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യു ആർ ചോസൻ. ഹല്ലേലൂയ. സോ ദാവീദ് സങ്കീർത്തനം 34-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു ഭയങ്കര ജീവിതത്തിൽ ഒത്തിരി ഡീപ്പ് ലോസിലൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ, ഭയം കൊണ്ട് തന്നെത്താൻ ഒളിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് ടേസ്റ്റ് ആൻഡ് സീ ദ ഗാഡ്. ജീവിതം കയ്പായപ്പോഴും കർത്താവിൻ്റെ നന്മയാണ് വർണ്ണിക്കുന്നത് ദാവീദ്.
നമുക്ക് നമ്മുടെ കഷ്ടകാലത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ പറ്റുന്നുണ്ടോ? അതാണ് ബ്യൂട്ടി ഫ്രം ആഷസ്. വൺസ് യു ടേസ്റ്റ് ഗോഡ്സ് പ്രസൻസ് ദ വേൾഡ് ലൂസസ് ഇറ്റ്സ് അട്രാക്ഷൻ. പത്രോസിൻ്റെ 1 പത്രോസ് 2:3 അത് തന്നെയാണ്. നൗ ദാറ്റ് യു ഹാവ് ടേസ്റ്റഡ് ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്. ഒരിക്കൽ അനുഭവം ദൈവത്തെ അനുഭവിച്ചാൽ ലോകത്തിൻ്റെ രുചി നമ്മളിൽ നിന്നും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകം ചെറുതാകും, കർത്താവ് നമ്മളിൽ വലുതാകും. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപമാകുന്നത്. അങ്ങനെയാണ് അവൻ്റെ തലയോളം നമ്മൾ വളരുന്നത്. നമ്മൾ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ മനുഷ്യരുടെ പുറകെയുള്ള ഓട്ടം നിൽക്കും. മനുഷ്യർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ആ ഒരു ആഗ്രഹം നിൽക്കും. ഭൂമിയിലുള്ള ചിലതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ മാറി കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. യു റൺ ടു ഹിം. സങ്കീർത്തനം 34:8 അതാണ് പറയുന്നത്. ബ്ലെസ്സഡ് ഈസ് ദ വൺ ഹു ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം. അവനിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കേട്ടറിഞ്ഞുള്ള അറിവല്ല ക്രിസ്ത്യ ജീവിതം, അനുഭവമാണ് ക്രിസ്ത്യ ജീവിതം. രുചിച്ചു നോക്കുക, കർത്താവ് നല്ലവനാണ്. കർത്താവ് നല്ലവനെന്ന് പറഞ്ഞിട്ട് രുചിച്ചു നോക്കുകയല്ല, രുചിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയണം കർത്താവ് നല്ലവനെന്ന്. അതാണ് ബ്യൂട്ടി ഫ്രം ആഷസ് എന്ന് പറയുന്നത്. രുചിച്ചു നോക്കുമ്പോൾ അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടും. നമ്മളെ അനേക അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സ്വഭാവങ്ങളെ കുറയ്ക്കുവാനും കർത്താവിൻ്റെ സ്വഭാവത്തെ നമ്മളിലേക്ക് അനുരൂപമാക്കുവാനും സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ആദമിൻ്റെ ജീനിയോളജി എഴുതുമ്പോൾ, അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, ഹ്യൂമനെ സൃഷ്ടിച്ചു, അവർക്ക് ആദമെന്ന് പേരിട്ടുവെന്ന്. അപ്പോൾ ദൈവം ആഗ്രഹിച്ച ആ പാറ്റേൺ നഷ്ടപ്പെട്ടു പോയപ്പോൾ പുതിയ നിയമത്തിൽ ക്രിസ്തു യേശുവിലൂടെ നമ്മെ സ്വതന്ത്രമാക്കുന്നു. കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ക്രിസ്തു യേശുവിലൂടെ നമ്മെ സ്വതന്ത്രരാക്കി. എന്നും പുരുഷനും ഒന്നുമില്ലാതെ 4-ാം വാക്യം മുതൽ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ ഇനി നമ്മൾ ദാസരല്ല, പുത്രന്മാരത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അവൻ നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ആകയാൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും പറയുന്നു ഗലാത്യ ലേഖനം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനുമില്ലാതെ അവൻ ഹ്യൂമനെ, ഒരു മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ അറിഞ്ഞ് അവൻ്റെ പദ്ധതികളെ ചെയ്ത് സിംഹത്തിൻ്റെ വായിൽ നിന്നും അനേകരെ വിടുവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ ആണുങ്ങളാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ഇനി നമ്മൾ ഓരോ സഹോദരന്മാരും ഒരുപോലെ വിളിയും തിരഞ്ഞെടുപ്പുമുള്ളവർ അവനവന് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഒരു സഹോദരിയും കൊണ്ട് ചെയ്തത്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും നമ്മളത് കാണുന്നുണ്ട്. രുചിക്കുക എന്നത് ആത്മീയ അനുഭവമാണ്. രുചിക്കുക എന്നത് വാക്കുകൾ കൊണ്ടല്ല, അത് ഹൃദയത്തിൽ അനുഭവിക്കുക എന്നതാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുണ്ടാകാം, പക്ഷേ അനുഭവമില്ലെങ്കിൽ അത് വെറും ഒരു മതജീവിതം മാത്രമാണ്. അറിവ് നമ്മുടെ തലയെ വീർത്തു വരിപ്പിക്കും, അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും, എന്നാൽ വെളിപ്പാട് അത് ആത്മാവിലേക്ക് കയറും. ഒരു ഭക്തന് ആത്മീയമായി വെളിപ്പാടുകളാൽ നിറയണമെങ്കിൽ അവനെ രുചിക്കണം. ദൈവത്തിൻ്റെ നന്മ പലപ്പോഴും കഷ്ടത്തിൽ തുറന്നു വരുന്നു. ദാവീദ് ഈ വാക്ക് പറയുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. അവൻ സിംഹാസനത്തിലിരിക്കുമ്പോഴല്ല ഈ വാക്കുകൾ പറഞ്ഞത്, അവൻ ഒളിച്ചോടുന്ന സമയത്തായിരുന്നു. തൻ്റെ ബ്ലഡിലുള്ളതിനെ അവനെ ഒത്തിരി പീഡിപ്പിക്കുമ്പോൾ, അവൻ ഓടി ഒളിക്കുമ്പോൾ, ജീവിതം കൈപ്പായപ്പോൾ ദൈവത്തിൻ്റെ നന്മ മധുരമായി തോന്നി. ദാവീദിനെ ചെറുപ്പം മുതലേ ദൈവം തൻ്റെ ഇഷ്ടം പഠിപ്പിക്കുകയായിരുന്നു.
താൻ വീണുപോയപ്പോഴും തന്നെ മടക്കിക്കൊണ്ടുവരുന്ന ആ ദൈവസാന്നിധ്യം. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചതുപോലെ നമ്മളും ഈ ദിവസങ്ങളിൽ ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ്. ജീവിതം കയ്പായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നന്മ അധികമായി നമുക്ക് രുചിക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും 17ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ്. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അപവാദങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, നിങ്ങൾ ചിന്തിക്കാത്തതിനപ്പുറമായ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ കടന്നുകൊണ്ട് എല്ലാ അവസ്ഥകളിലൂടെയും ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും പോകാനിരിക്കുന്നു. പക്ഷേ ഇവിടെയൊന്നും ഞാൻ തളരാത്തത് അവനെ ടേസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. കഷ്ടം എന്ന് പറയുന്നത് ഒരു ശാപമല്ല, അത് ദൈവത്തെ രുചിക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. ഇത് മനസ്സിലാക്കിയ എനിക്ക് മിണ്ടാതിരിക്കുവാൻ കൃപ ലഭിച്ചു. യോബ് 42:5 ഇത് തന്നെയാണ്, ദൈവം നല്ലവനെന്ന് നമ്മൾ കേൾക്കും. ദൈവം എനിക്കായി നല്ലവനാണെന്ന് നമ്മൾ പറയും. നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അവൻ നല്ലവനെന്ന് പറയുവാനാണ്. ആ വാക്ക് ബൈ ഫെയ്ത്ത് ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിനെ ഒരിക്കൽ അനുഭവിച്ചവൻ പിന്നെ പാപത്തിൽ സന്തോഷിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ മനുഷ്യരിലേക്കല്ല ഓടി അടുക്കേണ്ടത്, ദൈവത്തിലേക്ക് ഓടി അടുക്കുക. അവനെ അഭയം പ്രാപിക്കുക. അഭയം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ, അവനെ രുചിക്കുന്നവൻ ഭാഗ്യവാൻ. ആദ്യം നമ്മൾ രുചിക്കുമ്പോൾ അതത്ര നമുക്ക് മനസ്സിലായെന്നിരിക്കില്ല, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ അനുഭവം പോലും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിക്കണം. ദൈവത്തെ അനുഭവിച്ചാൽ നമ്മുടെ ഉള്ളത്തിലുള്ള ഭയം വിട്ടുപോകും. ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ നമ്മുടെ നടപ്പ് മാറ്റും, നമ്മുടെ ചിന്തകളെ മാറ്റും, നമ്മുടെ സ്വഭാവത്തെ മാറ്റും, നമ്മുടെ സംസാരത്തെ മാറ്റും. ദൈവത്തെ രുചിച്ചാൽ നമ്മുടെ സംശയം പോലും അപ്രത്യക്ഷമാകും. നമ്മളെ ടോട്ടലി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ഹിം. വിശ്വാസം എന്ന പരിച എടുക്കുക. എഫെസ്യ ലേഖനം 6 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടും അത്രേ. കേട്ടറിവിൽ മാത്രം ജീവിക്കാതിരിക്കാൻ നോക്കരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കണം. നിങ്ങളുടെ ഹൃദയം അവൻ്റെ സാന്നിധ്യത്തെ രുചിക്കണം. രുചിച്ചു നോക്കുക, കർത്താവ് നല്ലവനാണ്. ഈ രുചിക്കുന്ന സമയമാവുമ്പോഴാണ് നമ്മളെല്ലാവരും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അവനെക്കുറിച്ച് കേട്ടത് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. വായിലൂടെ വചനം പറയുന്നു, പക്ഷേ അത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുളിപ്പാണ്. അയ്യോ വേണ്ട, എനിക്ക് മതി, എനിക്കിത് മാറ്റണം. നമ്മൾ അനേക സ്ഥലങ്ങളിലേക്ക് പോയി. ഞാൻ ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ ഓർഡിനേഷൻ നടക്കുമ്പോൾ 5 സഹോദരിമാർ പാസ്റ്റേഴ്സ് ആയപ്പോൾ അതിലൊരു വ്യക്തി അനുഭവങ്ങളിലൂടെ പാരമ്പര്യമായി അനേക ദൈവദാസന്മാരുള്ളൊരു ഭവനമാണ് അവരുടേത്. അവർ ഓടി ഒളിക്കുവാനിടയായി. അവർ ആ പാസ്റ്റേഴ്സിനോട് വീണ്ടും ചേർന്ന് സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല എന്നുള്ള രീതിയിൽ വീണ്ടും പോകുന്നൊരവസരമാണ് ഞാനിപ്പോൾ കാണുന്നത്. പക്ഷേ ഞാൻ അവിടെ കണ്ടത്, ആ ടേസ്റ്റ് ചെയ്യാൻ കർത്താവ് കൊടുക്കുന്ന സമയത്തെ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പക്ഷവാദം ചെയ്യുന്നുണ്ട്. അവർ മടങ്ങി വരും. പത്രോസിനെ പോലെ രുചിക്കുന്ന ഒരു സമയമാണ്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടരുത്. 17 വർഷമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്മാറ്റത്തിൽ ഞാൻ ആദ്യം ഭാരപ്പെട്ടിരുന്നു. എന്നാൽ എപ്പോൾ ഞാൻ ആ ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു, എപ്പോഴെല്ലാം ഓർമ്മ വരുമ്പോൾ, കർത്താവേ ഈ വിഷയം നിൻ്റെ വിഷയമാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭാരം എൻ്റെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോയി. കഴിഞ്ഞ ദിവസത്തിലും ഒത്തിരി ഭാരങ്ങൾ, ചില വിഷയങ്ങൾ എന്നെ ഉറക്കമേ തന്നില്ല. എന്നാൽ ആ വിഷയത്തെ കർത്താവിൻ്റെ കയ്യിലോട്ട് കുറേ സമയം രാത്രിയിൽ മുഴുവനും പ്രാർത്ഥിച്ചപ്പോൾ രാവിലെ ആ ഭാരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. ഈ ഭാരങ്ങളൊന്നും നമ്മൾ ഹൃദയത്തിൽ വെക്കേണ്ടതല്ല. അവനെ ഒരിക്കൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. അത് മാറിപ്പോകുന്നത് വരെയും പ്രാർത്ഥിക്കുക. ഒരു വ്യക്തിയോട് വിളിച്ചു പറയാതെ, നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ നമുക്ക് ഹൃദയത്തിലൊരു ഭാരം തരുമ്പോൾ ഹൃദയത്തിൻ്റെ ഉടയവനായവനോട് ഈ ഭാരം മാറ്റുവാനായി അവൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ, മാറ്റാനല്ല പ്രാർത്ഥിക്കുന്നത്, എന്തിനാണോ ആത്മഭാരം തന്നത് ജസ്റ്റ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രേസ് ഹിം, താങ്ക്സ് ടു ഹിം. നിനക്ക് എന്താണോ പറയേണ്ടത് അതെല്ലാം പറയുക. അവനെ രുചിക്കുക. ഇതാണ് നമ്മുടെ കഷ്ടങ്ങളിലും അവനെ ഉയർത്തുക, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഏലിയാവിന് പറയുവാൻ സാധിച്ചെങ്കിൽ, യോബിന് പറയാൻ സാധിച്ചെങ്കിൽ, ദാവീദിന് പറയുവാൻ സാധിച്ചെങ്കിൽ, ദാനിയേലിന് സിംഹക്കുഴിയിൽ പറയുവാൻ സാധിച്ചെങ്കിൽ,
സിംഹക്കുഴിയിൽ പോലും ദൈവത്തിൻ്റെ നന്മ ദാനിയേൽ രുചിച്ചുവെങ്കിൽ അവൻ്റെ വിശ്വാസം അത് അനുഭവമായി മാറുന്നൊരനുഭവമാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ ഓരോ ഭക്തന്മാരും എല്ലാവരും കടന്നു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഏലീശ കടന്നുപോയപ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ അവനെ അനുഭവിക്കുവാൻ സാധിച്ചുവെങ്കിൽ, ക്ഷാമകാലത്തും അവനെ പോറ്റിയ ആ ദൈവത്തിൻ്റെ നന്മയെ കാണുവാൻ ഏലീശയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ, സിംഹത്തിൻ്റെ കൂട്ടിൽ ദൈവത്തിൻ്റെ നന്മയെ അനുഭവിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ ദൈവം വിശ്വസ്തനാണ്. ദാവീദ് പറയുന്നു, അപകടത്തിലിരിക്കുമ്പോഴും അവൻ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവൻ. പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടങ്ങൾ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാനാണ്. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. സോ ബ്ലെസ്ഡ് ഡേ നിങ്ങൾക്ക് നേരുന്നു. നെവർ ഗിവ് അപ്പ്. ബ്യൂട്ടി ഫ്രം ആഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ തരുന്ന ഓരോ വിഷയങ്ങളിലൂടെയും ഓരോ ക്രൂശുകളിലൂടെയും നമ്മൾ കടന്ന് അപ്പുറം കിടക്കണം. അതാണ് ജയിച്ചവരെന്ന് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ അൾട്ടിമേറ്റ്ലി ജയിച്ചവരാണ്. നമ്മൾ ജയിച്ച് അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും, ഏത് കഷ്ടമാണെങ്കിലും, ഏത് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന വേദനയാണെങ്കിലും അതിലേക്ക് ആ പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ആ റേമ നിൻ്റെ അകത്തേക്ക് നിറഞ്ഞു തുളുമ്പും. ഞാൻ പറഞ്ഞ വാക്കുകൾ ജീവനും ആത്മാവുമുള്ളതാണെന്ന് യോഹന്നാൻ 6 പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിലൂടെ ജീവൻ്റെ നദികൾ പുറപ്പെടും. ഞാനും പിതാവും അവനോടൊപ്പം വസിക്കും. നമ്മൾ ഒന്നായിത്തീരും. നമ്മൾ എന്നേക്കുമായി ഒന്നായിത്തീരും. ഇനി നമ്മളുമായിട്ടുള്ള ഒരു വിവാഹമാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നായിത്തീരും. നമ്മൾ അവനുമായി ഒന്നായിത്തീരും. ഹല്ലേലൂയ. ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുന്നത് പോലെ നമ്മളും ആത്മമണ്ഡലത്തിൽ ദൈവത്തോട് ഒന്നായിത്തീരുന്നൊരു സമയം, ദൂതന്മാരെ പോലും നമ്മൾ വേദിക്കുന്ന സമയം, നമ്മൾക്ക് കിരീടങ്ങൾ ലഭിക്കുന്ന സമയം. ഇതാണ് നമ്മുടെ ഓട്ടക്കളത്തിലെ റേസിൻ്റെ സമയം. എവിടെ നമ്മൾ അവനെ രുചിക്കുന്നുവെങ്കിൽ അവിടെ നമ്മെ നിശ്ചയമായും പ്രതിഫലം പ്രാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഈ കഷ്ടങ്ങൾ നിന്നെ തകർക്കുവാനല്ല, നിന്നെ പണിയുവാനാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഹല്ലേലൂയ. സോ ആത്മീയഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും വചനത്താലും വിശ്വാസത്തിൽ നടക്കുക, പ്രത്യാശയോടുകൂടി ഇരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളിലുള്ള കൃപകൾ വർദ്ധിക്കട്ടെ. അവനോട് ചേർന്നിരിക്കുക. നിങ്ങൾ അവനോടൊപ്പം മഹത്വമായിക്കൊണ്ടേയിരിക്കുന്നു. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആൻഡ് ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഗാഡ് ഈസ് ഗുഡ്. സ്നേഹത്തിലൂടെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലൂടെ കോഫിക്കകത്ത് കഫ്ത കോഫി ഒഴിച്ച് കുറേ സമയം കഴിയുമ്പോൾ അതിൽ ഊറി അതിൻ്റെ എസൻസ് വരുന്നത് പോലെ കർത്താവിലൂടെ നടക്കുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മളിൽ വർദ്ധിക്കും. ആ സ്നേഹത്തിലൂടെ ലഭിക്കുന്ന പരിജ്ഞാനമാണ് ദൈവത്തിന് ആവശ്യം നമ്മളിൽ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അപ്പോൾ നമ്മൾ മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സ്നേഹത്തിൽ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹമാണ് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് വളർത്തുന്നത്. ആ സ്നേഹത്തോടു കൂടിയ പരിജ്ഞാനം, സ്നേഹത്തോടു കൂടിയ വിവേകം, സ്നേഹത്തോടു കൂടിയ പ്രാർത്ഥന, സ്നേഹത്തോടു കൂടിയ നടപ്പ്, അവനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവനോട് അനുരൂപമായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് അവനുമായിട്ടാണ് കാര്യം. എല്ലാവരോടും ചേർന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കാനല്ല, കർത്താവിനെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. ഇന്ന് ടെസ്റ്റിലൂടെ കടന്നു പോകുന്ന, തീച്ചുളിലൂടെ കടന്നു പോകുന്ന
ഓരോ സഹോദരിമാരോടും പറയുന്നത്, യു ആർ ബ്യൂട്ടി ഫ്രം ആഷസ്. നിങ്ങൾ കർത്താവിൻ്റെ മഹത്വമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരിലൂടെയാണ് നമ്മളെ അതിലേക്ക് കടത്തുന്നത്. നമ്മുടെ ഭർത്താവ്, മക്കൾ, നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളെ കുത്തുന്നുവെങ്കിൽ, വേദനിക്കുന്നുവെങ്കിൽ, പരിഹസിക്കുന്നുവെങ്കിൽ, നമ്മളെ വെടക്കാക്കുന്നുവെങ്കിൽ, നീ ആരാണ് ക്രിസ്തുവിലെന്ന് നീ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വിശ്വാസത്തിൽ നീ നടക്കാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ വിശ്വാസം എന്ന പരിചയം എടുക്കുക. നീ ദൈവദാസിയാണെങ്കിൽ, പാസ്റ്ററാണെങ്കിൽ പാസ്റ്ററിന് ഡിക്ലെയർ ചെയ്യുക. നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നീ ഡിക്ലെയർ ചെയ്യുക. നീ ഒറ്റയ്ക്കായിരിക്കാം. ലഭിച്ചത് മറച്ചു വയ്ക്കാനല്ല, അത് അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ രുചിയെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. നീ എങ്ങനെ രുചിച്ചുവോ അതേ നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ്. ആ കർത്താവിനോട് ചേർന്ന് നടന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ചെയ്യാൻ പറ്റൂ. യു ആർ വെരി പ്രേഷ്യസ്. ഹല്ലേലൂയ. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവെ, എല്ലാവർക്കും നീ പരിചയം പലകയുമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരും. യഹോവയുടെ ആലയത്തിൽ ഞങ്ങൾ ദീർഘകാലം വസിക്കും. ഞങ്ങളുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവത്തിനായ സ്തോത്രം. ഞങ്ങളെ നിൻ്റെ രാജ്യത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നതിനായ സ്തോത്രം. ഞങ്ങൾ നിൻ്റെ മഹത്വമായിക്കൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. എഫേസ്യ ലേഖനം 3 പോലെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ജയോത്സവമായി ഞങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ യാത്രയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ രുചിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായ സ്തോത്രം. ഞങ്ങളുടെ അവസാനം വരെയും ഞങ്ങൾ നിന്നോട് ചേർന്നിരുന്നു കൊണ്ട് നടക്കുവാൻ, ഏത് പ്രതികൂല സാഹചര്യത്തിലും മനുഷ്യനിൽ ആശ്രയിക്കാതെ നിന്നിൽ തന്നെ ആശ്രയിക്കുവാൻ, നിൻ്റെ ആത്മാവിൽ നടക്കുവാൻ, ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടുകൂടിയ പരിജ്ഞാനവും വിവേകവും ഞങ്ങളിൽ വർദ്ധിക്കട്ടെ. അറിവിനാലുള്ളതല്ല, രുചിച്ചിട്ട് കിട്ടുന്ന ആ ജ്ഞാനവും വിവേകവും ഞങ്ങളിൽ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്ന ദൈവത്തിനായ സ്തോത്രം. ജ്ഞാനത്തിലും വിവേകത്തിലും ഞങ്ങളെ നടത്തുന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ. 5 വൻകരകളിലുമുള്ള എല്ലാ സഹോദരന്മാരും വിശ്വാസത്തോടുകൂടിയ ആ ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ് എന്ന് പറയുവാൻ, കഷ്ടത്തിലും ദൈവം നല്ലവനെന്ന് പറയുവാൻ അവരുടെ ഹൃദയങ്ങൾ, മനസ്സുകൾ തുറക്കപ്പെടട്ടെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ ഫോൺ നമ്പർ 00971557079 ശുശ്രൂഷയിൽ നിങ്ങളെയും ദൈവം വിളിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾക്കൊരു കോളിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഹല്ലേലൂയ. ജൂലൈയിൽ നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങിൽ ഓർഡിനേഷൻസ് ഉണ്ട്. അവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. നെവർ ഗിവ് അപ്പ്. ഓടുകയില്ല ജീവഭാണ്ഡത്തിൽ, അതു ഭദ്രമത്രേ. നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല. നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാഹിൽ വിശ്രാമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാഹിൽ വിശ്രാമം പ്രാപിച്ചിടും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല.